നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 23-ന് രാവിലെ 10:30 വിമാനത്താവളത്തിലെത്തും. 2 മണിക്കൂറാണ് സംസ്ഥാനത്തെ പരിപാടികൾ തീരുമാനിച്ചിരിക്കുന്നത്. റെയിൽവേയുടെ 4 പുതിയ ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫും അദ്ദേഹം അന്ന് നിർവഹിക്കും. തിരുവനന്തപുരം നഗരവികസന രേഖയുടെ പ്രഖ്യാപനവും പൊതുസമ്മേളനവുമാണ് രണ്ടാമത്തെ പരിപാടി. 2 പരിപാടികളും പുത്തരിക്കണ്ടം മൈതാനത്തായിരിക്കും നടക്കുക. റെയിൽവേക്കായി പ്രധാന വേദിക്ക് സമീപം 500 പേർക്ക് ഇരിക്കാവുന്ന പ്രത്യേക വേദി ഒരുക്കാനാണ് തീരുമാനം. റെയിൽവേയുടെ പരിപാടി 10:45 മുൻപ് അവസാനിക്കുമെന്നും അതിനുശേഷം ബിജെപിയുടെ പൊതുസമ്മേളനം നടക്കുമെന്നും പ്രഖ്യാപനമുണ്ട്. തിരുവനന്തപുരം, പത്തനംതിട്ട, കൊല്ലം ജില്ലകളിലെ പഞ്ചായത്ത് തല ഭാരവാഹികളാണ് യോഗത്തിനെത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തിരുവനന്തപുരത്തെത്തുന്ന സന്ദർശനം വെറും ഒരു ഔപചാരിക പരിപാടിയല്ല. അത് കേരള രാഷ്ട്രീയത്തിന്റെയും പ്രത്യേകിച്ച് തലസ്ഥാന നഗരിയുടെയും ഭാവിയുടെയും ദിശ മാറ്റുന്ന ഒരു ചരിത്ര നിമിഷം കൂടിയാകും. 23-ാം തീയതി തിരുവനന്തപുരത്തെത്തുന്ന മോദി വികസനത്തിന്റെ വ്യക്തമായ റോഡ് മാപ്പ് മുന്നോട്ട് വയ്ക്കുകയാണ്. വർഷങ്ങളായ അവഗണനയും രാഷ്ട്രീയ അസൂയയും കാരണം പിന്നോട്ടടിക്കപ്പെട്ട തലസ്ഥാന നഗരിക്ക് പുതുജീവൻ നൽകാനുള്ള ശക്തമായ പ്രഖ്യാപനങ്ങളോടെയാണ് ഈ സന്ദർശനം നടക്കുന്നത്. റെയിൽവേ വികസനം എന്നത് മോദി സർക്കാരിന്റെ വികസന കാഴ്ചപ്പാടിന്റെ ഹൃദയമാണ്. തിരുവനന്തപുരത്തെ പുതിയ ട്രെയിനുകൾ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതിലൂടെ കേരള വികസനത്തിൽ നിന്ന് അകലെയല്ല എന്ന വ്യക്തമായ സന്ദേശമാണ് പ്രധാനമന്ത്രി നൽകാൻ പോകുന്നത്. ഒരു കാലത്ത് റെയിൽവേ പദ്ധതികൾ രാഷ്ട്രീയ വാഗ്ദാനങ്ങളിൽ ഒതുങ്ങിയിരുന്ന സംസ്ഥാനത്ത് ഇന്ന് കേന്ദ്ര സർക്കാർ യാഥാർത്ഥ്യ പദ്ധതികളോടെ മുന്നോട്ട് വരികയാണ്. സ്റ്റേഷൻ നവീകരണം, യാത്രാ സൗകര്യ വർധന, ആധുനിക ട്രാക്ക് സംവിധാനങ്ങൾ ഇവയെല്ലാം തിരുവനന്തപുരത്തെ ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാന റെയിൽവേ ഹബ്ബാക്കി മാറ്റാനുള്ള ദീർഘദർശിയായ നീക്കങ്ങളാണ് മോദി നടത്താൻ പോകുന്നത്. ഇതിൽ മാത്രം ഒതുങ്ങുന്നില്ല മോദിയുടെ സന്ദർശനത്തിന്റെ ലക്ഷ്യങ്ങൾ. സിറ്റി ഡെവലപ്മെന്റ് എന്നത് ബിജെപിയുടെ രാഷ്ട്രീയ മുദ്രാവാക്യമല്ല, തെളിയിച്ച പ്രവർത്തന മാതൃകയാണ്. ഡൽഹി, അഹമ്മദാബാദ്, ഇൻഡോർ, സൂറത്ത് പോലുള്ള നഗരങ്ങൾ ഇന്ന് ഇന്ത്യയിലെ വികസന ഐക്കണുകളായി മാറിയത് മോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനത്തിന്റെ തെളിവുകളാണ്. അതേ മാതൃക തിരുവനന്തപുരത്തേക്കും എത്തുമെന്ന പ്രഖ്യാപനമാണ് ഈ സന്ദർശനത്തിന്റെ ആത്മാവ്. ഗതാഗത കുരുക്കിന്റെ പരിഹാരം, സ്മാർട്ട് സിറ്റി പദ്ധതികൾ, സ്റ്റാർട്ടപ്പ് സൗഹൃദ അന്തരീക്ഷം, ടൂറിസം അധിഷ്ഠിത വികസനം ഇവയെല്ലാം തലസ്ഥാന നഗരിയുടെ മുഖച്ഛായ തന്നെ മാറ്റും. ഇടതുപക്ഷവും കോൺഗ്രസും വർഷങ്ങളായി തിരുവനന്തപുരത്തെ രാഷ്ട്രീയ പരീക്ഷണശാലയായി മാത്രമാണ് കണ്ടത്. വികസനം വാക്കുകളിൽ ഒതുങ്ങി ഭരണകൂടം അഴിമതിയിലും അനാസ്ഥയിലും മുങ്ങി. കേന്ദ്ര പദ്ധതികൾ തടഞ്ഞുവെക്കുകയും കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുകയും ചെയ്യുക മാത്രമാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ മോദിയുടെ സന്ദർശനം ആ രാഷ്ട്രീയ നാടകത്തിന് തിരശീല വീഴ്ത്തുകയാണ്. വികസനം രാഷ്ട്രീയം കാണില്ല എന്ന നിലപാടോടെ ബിജെപി കേരളത്തിലേക്ക് കടന്നു വരികയാണ്. തിരുവനന്തപുരത്തിന്റെ ഭാവിയിൽ ബിജെപിയുടെ ഭരണ പങ്കാളിത്തം അനിവാര്യമാണ് എന്ന ബോധ്യം ഇതോടെ ജനങ്ങളിൽ ശക്തമാകും. കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയോടെ മോദിയുടെ നേരിട്ടുള്ള ഇടപെടലിലൂടെ തിരുവനന്തപുരം ഒരു ആഗോള നിലവാരമുള്ള നഗരമായി മാറുമെന്ന വിശ്വാസം ഇന്ന് സാധാരണ ജനങ്ങൾക്കിടയിൽ പോലും വളർന്നു കഴിഞ്ഞു. യുവാക്കൾക്ക് തൊഴിൽ, സംരംഭകർക്ക് അവസരം, സാധാരണക്കാർക്ക് മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ഇതാണ് ബിജെപി മുന്നോട്ട് വയ്ക്കുന്ന വികസന രാഷ്ട്രീയത്തിന്റെ ഉള്ളടക്കം. അതിനിടയിൽ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ആദ്യപടി എന്ന നിലയിൽ കയ്യിൽ കിട്ടിയ കോർപ്പറേഷനിൽ മാതൃകാപരമായ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കി കേരളം മുഴുവൻ പിടിച്ചെടുക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് ബിജെപി. രാജ്യത്തെ മറ്റു നഗരങ്ങളിൽ വിജയകരമായി നടപ്പാക്കിയ വികസന പദ്ധതികൾ തിരുവനന്തപുരം നഗരത്തിന് പരിചയപ്പെടുത്താനും നടപ്പാക്കുന്നതിന് തുടക്കമിടുന്നതിനുമായി ഫെബ്രുവരിയിൽ 5 ദിവസത്തെ നഗരവികസന കോൺക്ലേവ് നടപ്പാക്കാൻ ബിജെപി തയ്യാറായി കഴിഞ്ഞു. കോർപ്പറേഷന്റെ നേതൃത്വത്തിലാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. മാതൃകാ പദ്ധതികൾ നടപ്പാക്കിയ വിവിധ നഗരങ്ങളിലെ മേയർമാരെയും കേന്ദ്ര സർക്കാർ പ്രതിനിധികളെയും പങ്കെടുപ്പിക്കാനാണ് തീരുമാനം. മോദിയുടെ തിരുവനന്തപുരം സന്ദർശനം ഒരു ദിനപരിപാടിയായി കാണുന്നവർ തെറ്റിദ്ധരിക്കപ്പെടും. ഇതൊരു തുടക്കമാണ്, പുതിയ രാഷ്ട്രീയ സംസ്കാരത്തിന്റെയും വികസന അധ്യായത്തിന്റെയും തുടക്കം. ബിജെപിയുടെ നേതൃത്വത്തിൽ നരേന്ദ്രമോദിയുടെ ദർശനത്തോടെ തിരുവനന്തപുരം മാറേണ്ടത് അത്യാവശ്യമാണ്. മാറ്റത്തിന്റെ ആ ശബ്ദമാണ് 23-ാം തീയതി തലസ്ഥാന നഗരിയിൽ മുഴങ്ങുക.